തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു അടുത്തിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പതിറ്റാണ്ടുകളായി ദ്രാവിഡ പാർട്ടികൾ കുത്തകയാക്കി വെച്ചിരുന്ന ഭരണസ്ഥിര കേന്ദ്രത്തിലേക്ക് മാറ്റത്തിന്റെ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് നടൻ ജോസഫ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഗംഭീരമാക്കിയത്. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം സ്വപ്നം കണ്ട് തമിഴ് ജനത അദ്ദേഹത്തിന് ചരിത്രപരമായൊരു വൻ വിജയം സമ്മാനിക്കുകയും ചെയ്തു. എന്നാൽ അധികാരത്തിലേറി കേവലം ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ തന്നെ ആ വലിയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന വാർത്തകളാണ് തമിഴകത്തു നിന്നും പുറത്തുവരുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ശിലയായ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന കടന്നുകയറ്റങ്ങളും വിമർശനങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയുമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ദളപതിക്ക് ചുവട് പിഴയ്ക്കുകയാണോ എന്ന ഭയപ്പെടുത്തുന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും ഒരുപോലെ ചോദിക്കുന്നത്. തമിഴ്നാട്ടിലെ മുൻനിര വാർത്താ ചാനലുകളിലൊന്നായ പുതിയ തലമുറയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച അപ്രതീക്ഷിത നടപടിയാണ് നിലവിലെ വിവാദങ്ങളുടെ പ്രഭവ കേന്ദ്രം. മുഖ്യമന്ത്രി വിജയുടെ ചില തീരുമാനങ്ങളെയും നയങ്ങളെയും അദ്ദേഹത്തിന്റെ സമീപകാല ഇടപെടലുകളെയും കുറിച്ചുള്ള വിമർശനാത്മകമായ വാർത്തകൾ സംപ്രേഷണം ചെയ്തതിനാണ് ചാനലിനെതിരെ ഭരണകൂടം തിരിഞ്ഞത്. യാതൊരുവിധ മുൻകൂർ നോട്ടീസും നൽകാതെ തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കേബിൾ നെറ്റ്വർക്കിൽ നിന്നും പുതിയ തലമുറ ചാനലിനെ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്നും അതും ഒരു പുതിയ മാറ്റം കൊണ്ടുവരുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലേറിയ ഒരു ഭരണാധികാരിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തികച്ചും ഏകാധിപത്യപരമായ ഈ നീക്കം മാധ്യമ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറാകാതെ കേബിൾ ശൃംഖലയിൽ നിന്ന് പുറത്താക്കിയത് മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടാനുള്ള സർക്കാരിന്റെ ഗൂഢശ്രമമാണെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ചാനൽ അധികൃതർ പരസ്യമായി ആരോപിച്ചു കഴിഞ്ഞു. സർക്കാരിനെ ഇത്രത്തോളം പ്രകോപിപ്പിക്കാൻ തക്കവണ്ണം എന്താണ് പുതിയ തലമുറ ചാനൽ റിപ്പോർട്ട് ചെയ്തത് എന്ന് പരിശോധിക്കുമ്പോഴാണ് അധികാരത്തിന്റെ അസഹിഷ്ണുത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകുന്നത്. പ്രധാനമായും ചില അടിസ്ഥാന വിഷയങ്ങളാണ് ചാനൽ തങ്ങളുടെ വാർത്തകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഒന്നാമതായി, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വസ്തുതാപരമായ റിപ്പോർട്ടുകൾ നൽകി അത് സർക്കാരിന്റെ വീഴ്ചകൾ അവർ ചൂണ്ടിക്കാട്ടിയതിൽ. രണ്ടാമതായി, മുഖ്യമന്ത്രിയായതിനു ശേഷവും ചെന്നൈയിലെ വിജയുടെ വസതിക്ക് ചുറ്റും തുടരുന്ന കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങളും അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ജനങ്ങൾക്കും പോലീസിനും ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകളും ഗതാഗത കുരുക്കും ചാനൽ തുറന്നുകാട്ടി. ഇതിനെല്ലാം പുറമെ സർക്കാരിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുറത്തിറങ്ങിയ വിജയ് അവിടെ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും നൽകാതെ ധാർഷ്ട്യത്തോടെ മടങ്ങുകയായിരുന്നു. രാജ്യതലസ്ഥാനത്ത് വെച്ച് ഒരു മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പുലർത്തിയ ഈ മൗനത്തെയും നിസ്സഹകരണത്തെയും പുതിയ തലമുറ അതിനിശിതമായി വിമർശിച്ചു. ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് കേബിൾ നെറ്റ്വർക്കിൽ നിന്നുള്ള ചാനലിന്റെ അപ്രഖ്യാപിത വിലക്ക് സംഭവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിജയുടെ മുൻകാല സ്വഭാവ സവിശേഷതകളും മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും വലിയ രീതിയിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു സിനിമാ താരമായിരുന്ന കാലത്ത് തന്നെ തനിക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും സംയമനത്തോടെ നേരിടാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. മുൻപൊരിക്കൽ നടന്ന ഒരു സിനിമാ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അക്ഷമനായി സൈലൻസ് എന്ന് അലറിക്കൊണ്ട് ക്ഷുഭിതനായ വിജയുടെ ദൃശ്യങ്ങൾ അന്ന് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഒരു സിനിമാ താരമെന്ന നിലയിൽ അത്തരം വൈകാരിക പ്രകടനങ്ങളെ ആരാധകർ കൈയടിച്ച് ന്യായീകരിച്ചേക്കാം. എന്നാൽ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്തമുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതേ മുൻകോപവും അസഹിഷ്ണുതയും തുടരുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് മാധ്യമങ്ങളുടെ കടമയും അതിന് കൃത്യമായ മറുപടി നൽകുക എന്നത് ഭരണാധികാരികളുടെ ബാധ്യതയുമാണ്. സിനിമാ സെറ്റിലെ സംവിധായകന്റെ റോൾ ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രിക്കില്ല എന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ പാഠമാണ് അദ്ദേഹം ഇവിടെ മറന്നുപോകുന്നത്. പുതിയ തലമുറ ചാനലിനെതിരെയുള്ള സർക്കാർ നടപടി പുറത്തു വന്നതിന് പിന്നാലെ തമിഴ്നാട്ടിലുടനീളം വലിയ പ്രതിഷേധങ്ങളാണ് അലയടിക്കുന്നത്. ഈ നീക്കം മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്നും ഉടനടി ചാനൽ കേബിൾ നെറ്റ്വർക്കിൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ തെരുവ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ചെന്നൈ പ്രസ് ക്ലബ് അവരുടെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ മാധ്യമ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ ഭരണത്തിലേറി ആദ്യ നാളുകളിൽ തന്നെ എതിർ ശബ്ദങ്ങളെ നിശ്ചലമാക്കാൻ ശ്രമിക്കുമ്പോൾ മുൻഗാമികളിൽ നിന്ന് തനിക്ക് യാതൊരു വ്യത്യാസവുമില്ലെന്നാണ് അദ്ദേഹം സ്വയം തെളിയിക്കുന്നത്. വിമർശനങ്ങളെ ഭയക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഏറ്റവും ഗൗരവകരമായ ചോദ്യം ഇതാണ്: ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വിജയ് ഭരണം തമിഴ്നാടിന് മടുത്തു തുടങ്ങിയോ?
അങ്ങനെയുള്ള സൂചനകളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത്. വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചാണ് ജനങ്ങൾ അദ്ദേഹത്തിന് ഭരണാധികാരം കൈമാറിയത്. സിനിമാ സ്ക്രീനിൽ എതിരാളികളെ ഒറ്റയ്ക്ക് നേരിടുന്ന നായകന്റെ പരിവേഷം യഥാർത്ഥ രാഷ്ട്രീയത്തിൽ വിലപ്പോകില്ലെന്ന് അദ്ദേഹത്തെ ജീവനതുല്യം സ്നേഹിച്ച് പിന്തുണച്ചവർ പോലും ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരുന്നതിന് പകരം തന്നെ വിമർശിക്കുന്നവരെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഒരു മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലെ വലിയൊരു അരക്ഷിതാവസ്ഥയെയാണ്. ജനക്ഷേമം മുൻനിർത്തിയുള്ള സുതാര്യമായ ഭരണനിർവഹണം എന്ന വാഗ്ദാനം കേവലം തെരഞ്ഞെടുപ്പ് വേദികളിലെ തീപ്പൊരി പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. മുഖ്യമന്ത്രിയുടെ അനിയന്ത്രിതമായ യാത്രകൾ മൂലം സാധാരണക്കാർക്ക് വഴിനടക്കാൻ കഴിയാത്ത അവസ്ഥയും ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങളുടെ സംരക്ഷണം തടയുന്ന അവസ്ഥയും ഒരു ശരാശരി പൗരനെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയാണ് സമ്മാനിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ജനവിധി എന്നത് ഒരു അംഗീകാരം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. ജനാധിപത്യത്തിൽ ഭരണാധികാരികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയാണ് സ്വാതന്ത്ര്യവും നിർഭയവുമായ മാധ്യമ പ്രവർത്തനം. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് പകരം ആ വിമർശനങ്ങളിലെ വസ്തുതകളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ പക്വതയും സഹിഷ്ണുതയുമാണ് ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. മുൻ ഭരണാധികാരികൾ ചെയ്തതുപോലെയുള്ള പ്രതികാര ബുദ്ധിയോടെയുള്ള നീക്കങ്ങളല്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കടുത്ത വിമർശനങ്ങളെപ്പോലും പുഞ്ചിരിയോടെ നേരിടുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് തമിഴ് ജനത അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അടച്ചുപൂട്ടേണ്ടത് മാധ്യമ സ്ഥാപനങ്ങളെയല്ല, മറിച്ച് തന്റെ ചുറ്റുമുള്ള മുഖസ്തുതിക്കാരുടെ വായകളാണ് എന്ന് മുഖ്യമന്ത്രി എത്രയും വേഗം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ തെരുവിലിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാതോർക്കുകയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട ജനകീയ മുഖ്യമന്ത്രിയായി ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. തുടക്കം പാളിയെങ്കിലും തെറ്റുകൾ തിരുത്തി മുന്നേറാനുള്ള സമയം ഇനിയും അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ആ അവസരം അദ്ദേഹം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാവി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.